ലോകകപ്പിൽ നോർവേ വീഴ്ത്തി ഇംഗ്ലണ്ട് സെമിയിൽ ക്വാർട്ടറിൽ 1-2 ഗോളിന് നോർവേയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോൾ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുകയായിരുന്നു. അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം അല്പസമയത്തിനകം ഉണ്ടാകും. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവും തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അങ്ങനെ നോർവേയുടെ പോരാട്ടം ക്വാർട്ടറിൽ അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ രക്ഷകനായില്ലേ? അഞ്ജലി, തീർച്ചയായിട്ടും ജൂഡ് ബെല്ലിംഗ്ഹാം കളം തെറിഞ്ഞ മത്സരത്തിലാണ് ഇംഗ്ലണ്ട് നോർവേയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ആദ്യം നോർവേയാണ് വല കുലുക്കിയത്. ഷെൽഡ്രിജിലൂടെ നോർവേ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഗോൾ നേടുന്നൊരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ ഇംഗ്ലണ്ട് പുറകിലേക്ക് പോകുന്നു എന്നൊരു തോന്നിയ സമയത്താണ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു മനോഹരമായ ഗോൾ നോർവേയുടെ വല തുളയ്ക്കുന്നത്. അതിന് പിന്നാലെ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഗോളിന് വേണ്ടി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും പക്ഷേ അതൊരു ഗോളിലേക്ക് എത്താത്ത സാഹചര്യമാണ് ഉണ്ടായത്. പലപ്പോഴും ഇരു ടീമിൻ്റെ ഗോളിമാരും അല്ലെങ്കിൽ ക്രോസ് ബാറുമൊക്കെയായി മത്സരം അധിക സമയത്തിലേക്ക് നീളുകയായിരുന്നു. മാത്രമല്ല നോർവേയുടെ സൂപ്പർ താരമായിട്ടുള്ള ഏർലിംഗ് ഹാലൻഡിനെ കൃത്യമായി പൂട്ടിടാനും ഇംഗ്ലണ്ടിന് സാധിക്കും കൂടി ചെയ്തതോടെ ഒരു ഫിനിഷിങ്ങിലേക്ക് കിടക്കാൻ നോർവേക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ നിന്നാണ് അധിക സമയത്തിലേക്ക് മത്സരം നീങ്ങുന്നത്. അധിക സമയത്തിൻ്റെ 3-ാം മിനിറ്റിൽ തന്നെ, അതായത് 93-ാം മിനിറ്റിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം വീണ്ടും ഇംഗ്ലണ്ടിന് വേണ്ടി വല കുലുക്കി. ഇതോടെ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഈ ടൂർണമെൻറ്റിലെ ഈ ലോകകപ്പിലെ 6ാമത്തെ ഗോളാണ്. അതൊരു വിജയ ഗോളായി മാറുകയും കൂടിയായിരുന്നു. എന്തായാലും ആവേശം അവസാനത്തോളം നീണ്ടു നിന്ന മത്സരത്തിൽ നിരന്തരം ഇംഗ്ലണ്ട് ഗോൾ മുഖത്തേക്ക് നോർവേ ഇരച്ചെത്തിയെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധം ശക്തമായി നിലകൊണ്ടതോടുകൂടി തന്നെ ഒരു ഗോൾ എന്ന സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമനില ഗോൾ നേടാനുള്ള നോർവേയുടെ ശ്രമങ്ങളൊക്കെ തന്നെ അവസാനിക്കുന്നതാണ് നമ്മൾ മത്സരത്തിൽ കണ്ടത്. എന്തായാലും ഇംഗ്ലണ്ട് ഒരേ സമയം പ്രതിരോധത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിലും മികച്ചു നിന്ന മത്സരത്തിൽ നോർവേ 1-2 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് നിലവിൽ ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ തന്നെയാണ്. 2 ഗോളുകളും നേടിയത് ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ മികവിലാണ് ഇംഗ്ലണ്ട് നോർവേയെ മറികടന്നിരിക്കുന്നത്. നോർവേയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന കുതിപ്പായിരുന്നു ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടത്. നേരത്തെ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെ അടക്കം തകർത്തുകൊണ്ടുള്ള അവരുടെ സ്വപ്ന കുതിപ്പ് അങ്ങനെ ഈ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് അവസാനിക്കുകയാണ്. എന്തായാലും ആദ്യ ലോകകപ്പിൽ തന്നെ താൻ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പിൽ തന്നെ 7 ഗോളുകളുമായി ഒരു ചരിത്രം കുറിക്കാനും എന്തായാലും ഏർലിംഗ് ഹാലൻഡിന് സാധിച്ചു. ഈ മത്സരത്തിൽ, അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ടൂർണമെൻറ്റിലുടനീളം നോക്കുകയാണെങ്കിൽ 7 ഗോളുമായി ഗോൾ വേട്ടക്കാരിൽ തന്നെ 3-ാം സ്ഥാനത്ത് എന്തായാലും ഏർലിംഗ് ഹാലൻഡും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇംഗ്ലണ്ട് ആരാധകർക്ക് മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിന് ഒരു കാർഡ് ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സെമി ഫൈനൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ കാർഡ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഫുൾ ടീമുമായി ഇറങ്ങാൻ കഴിയുന്ന ഒരു ആശ്വാസം കൂടി ഇംഗ്ലണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. ഇനി എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് അല്പസമയത്തിനകം തന്നെ സ്വിറ്റ്സർലൻഡും അതുപോലെ തന്നെ അർജന്റീനയും തമ്മിലുള്ള മത്സരം എന്തായാലും ആരംഭിക്കും. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവർ നേടിയ വിജയം, അതായത് അവസാന മിനിറ്റുകളിൽ നേടിയ ഗോളുകൾ നേടിയ വിജയത്തിൻ്റെ ഏറ്റവും അത്ഭുതം തന്നെയാണ് എന്തായാലും അർജന്റീന ആരാധകരും ഉള്ളത്. അഞ്ജലി. ശരി മനീഷ്, എന്തായാലും നമ്മോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കൂടി ചേർന്നുണ്ട്. ആ മത്സരത്തിൻ്റെ ആവേശം ജനങ്ങളിൽ കൂടി എങ്ങനെയുണ്ട് പ്രതിഫലിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് ലെവിൻ ചെയ്യുന്നുണ്ട്. ലെവിൻ, ഇനി അല്പസമയത്തിനകം അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം ഉണ്ടാകും. എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു പ്രതീക്ഷ? അഞ്ജലി, എക്സ്ട്രാ ടൈമിലേക്ക് ഇത് നീണ്ട ഇംഗ്ലണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ നോർവേയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃപ്രയാർ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലാണ്. അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് അർജന്റീന ആരാധകരും. മത്സരം കാണുന്നതിനും മറ്റുമൊക്കെയായി പലരും നേരത്തെ തന്നെ വന്നിരുന്നു. ഉറക്കച്ചുവട്ടിലാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ തൃപ്രയാറിലെ ഫുട്ബോൾ പ്രേമികൾ മത്സരത്തെ നോക്കിക്കാണുന്നത്. അർജന്റീനയുടെ ക്വാർട്ടർ മത്സരം അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും. മത്സരം കാണുന്നതിനും മറ്റും വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. കായിക മന്ത്രി OJ ജനീഷ് ഇവിടെ നേരിട്ടെത്തി ഈ ഫുട്ബോൾ ആവേശത്തിൽ പങ്കുചേരുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ മുൻ MP ആയിട്ടുള്ള TN പ്രതാപൻ അടക്കമുള്ള അർജന്റീന ആരാധകർ ഇവിടെ തയ്യാറാണ്. അർജന്റീന ജേഴ്സിയിലാണ്. ഇംഗ്ലണ്ടുമായിട്ടാണ് അടുത്ത കളി എന്ന് തോന്നുന്നു. ഇത്തവണ ജയിച്ചാലേ ഉള്ളൂ അടുത്ത കളിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, ഇത്തവണ ഈ കളിയിൽ എന്തായാലും ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. സെമിയിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം കടുത്ത മത്സരമായിരിക്കും, നല്ല മത്സരം. പക്ഷെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മെസ്സി ആ പെർഫോമൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ 2022 വേൾഡ് കപ്പ് ഈ ഖത്തറിൽ പോയി കണ്ട ആളാണ്. ഫസ്റ്റ് കളിയും കണ്ടു, അവസാനത്തെ കളി ഉൾപ്പെടെ കാണാനുണ്ടായി. അപ്പോൾ അന്ന് 2022 ഖത്തറിൽ വെച്ച് ഫൈനലിൽ ഉൾപ്പെടെ കണ്ട മെസ്സിയുടെ പെർഫോമൻസ് ഇപ്പോഴും നമ്മൾ ലൈവായി കാണുമ്പോൾ അത് ഒരു ഇഞ്ച് പോലും നഷ്ടപ്പെടാതെ, ഒരു തരി പോലും ഊർജ്ജം പോകാതെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ആവേശം തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു
കളികളിലെല്ലാം ഗോളടിക്കാതെ മെസ്സിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും ഒരു ഗോളുകൾ കാണാൻ പറ്റും. യാതൊരു അംശമില്ല. ഇത്തവണ ഉറപ്പായി മെസ്സി ഗോളടി. ഇവിടെ വലിയ ആവേശമാണോ തൃപ്രയാറിലെ കായിക അല്പനിമിഷം കൊണ്ട് ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയും. ആയിരക്കണക്കിന് കഴിഞ്ഞ ഇത് 2 വേൾഡ് കപ്പായി. കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഇത്തവണ കുറേയും കൂടിയും ആളുകളുടെ ഭയങ്കരമായ ഇൻവോൾവ്മെൻറ്റ്, ചെറുപ്പക്കാർ ഭയങ്കരമായ ഇൻവോൾവ്മെൻ്റാണ്. ഒരു ഗുണമുള്ളത് ചെറുപ്പക്കാരെ ഈ കായിക വിനോദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയമാണത്. ഇത്ര വലിയ ഇൻഡോർ സ്റ്റേഡിയം കേരളത്തിൽ ഗ്രാമത്തിലില്ല. ഇതൊരു NGOൻ്റെ കീഴിലാണ്. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് സംഘടന കീഴിലുള്ളൊരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇവിടെയാണ് നാഷണൽ ഗെയിംസിൻ്റെ ബോക്സിംഗ് മത്സരം ഉൾപ്പെടെ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല 20 വേൾഡ് കപ്പാണ് ഞങ്ങൾ അണിനിരത്തിരിക്കുന്നത്. മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ഫുട്ബോൾ ആവശ്യത്തിൽ പങ്കുചേരാൻ എത്തുകയാണ്. അല്പനിമിഷത്തിനുള്ളിൽ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് റോജ ജെനീഷ് ഇവിടെ എത്തിച്ചേരും. അത് തന്നെ ഒരു ആവേശമാണ് ഇവിടെയുള്ള ആളുകൾക്കും, പ്രത്യേകിച്ചും ഇതിൻ്റെ ഓർഗനൈസേഷൻ. TN പ്രതാപൻ സംഘാടനത്തിൻ്റെ തിരക്കിലും മറ്റുമൊക്കെയാണ്. നമുക്ക് കാണാം ഇവിടെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ മോഡൽസ് ആയിട്ടുള്ള മറ്റും വെച്ചിരിക്കുന്നത് തന്നെ കാണാം. ഒന്നുമില്ല, ഒരുപാടെണ്ണമുണ്ട്. അങ്ങനെ കാണുന്നിടത്ത് തന്നെ അല്പസമയങ്ങൾ മാത്രം, ഒരു 15 മിനിറ്റോളം സമയം മാത്രമാണ് അർജന്റീന ആരാധകർക്ക് സംബന്ധിച്ചുകൊണ്ട്. അർജന്റീന മത്സരത്തിന് ഇറങ്ങിയാണ്, ക്വാർട്ടറാണ് കളി. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അടിപൊളി കളിയായിരിക്കും. മെസ്സി തന്നെ 2 ഗോൾ അടിക്കും. പിന്നെ ഉറപ്പായിട്ടും ജയിക്കും. മെസ്സി ഗോൾ അടിക്കും. ജയിക്കായിരിക്കും. ജയിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ശുഭപ്രതീക്ഷ. ആ ശുഭപ്രതീക്ഷയാണ്. എല്ലാവരും ഒരു ഉറക്കച്ചൂട്ടിലൊക്കെയാണ്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇഞ്ചുറി ടൈമിലേക്ക് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇംഗ്ലണ്ടിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം പൂർത്തീകരിച്ചത്. അതിൻ്റെ ഒരു ഉറക്കത്തിലും മറ്റുമൊക്കെയാണ് പലരും. പക്ഷേ അല്പസമയത്തിനകം ഈ സ്റ്റേഡിയം, അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയമാണിത്, തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയം, അത് ആവേശക്കടലായി മാറും എന്ന് തന്നെയാണ് കരുതാനാവുക. ഏതായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ബിഗ് സ്ക്രീൻ ഒക്കെ ഇവിടെ തയ്യാറാണ്. 6:30 കൂടി തന്നെ പ്രദർശനം ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ കായിക മന്ത്രി കൂടി ഇവിടേക്ക് എത്തും, ഈ ആവേശത്തിൽ പങ്കുചേരും. വലിയ ആവേശത്തോടു കൂടിയാണ് ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് തൃപ്രയാറിലെ ഫുട്ബോൾ പ്രേമികൾ ഈ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ കാത്തിരിക്കുന്നത്. അഞ്ജലി. ശരി, എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ് അർജന്റീന ഫാൻസ്. മെസ്സിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ആരാധകരൊക്കെയും.